വെൽക്കം ടു പ്ലസ് ലൈൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന ബിസിനസ് സ്റ്റഡീസ് എക്സാമിൻ്റെ ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എമംഗ് എംപ്ലോയീസ് ഡിനോട്ട്. ജീവനക്കാർ തമ്മിലുള്ള സാമൂഹ്യ ബന്ധങ്ങളുടെ ശൃംഖല സൂചിപ്പിക്കുന്നത് എന്താണ്? ആൻസർ? ഓപ്ഷൻ ബി ആണ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡാഷ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് അണ്ടർ എ സൂപ്പർവൈസേഴ്സ് ഡയറക്റ്റ് കൺട്രോൾ. അതായത് ഒരു മേലുദ്യോഗസ്ഥൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള കീഴുദ്യോഗസ്ഥരുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത് എന്താണ്? ആൻസർ? സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. ഓപ്ഷൻ ബി, സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, മാനേജ്മെൻറ്റ് ഈസ് ഡാഷ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. അതായത് വേറിട്ട് നിൽക്കുന്നത് ഏതാണെന്ന് കണ്ടെത്തുക. സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, മാനേജർ, ഇൻസ്പെക്ടർ. ഏതാണ്? ഓപ്ഷൻ സി, മാനേജറാണ് ഓഡ് വൺ ഔട്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, മെഷറിംഗ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺസ് ടു പെർഫോം എ ഗിവൺ ടാസ്ക് ഈസ്. അതായത് നൽകിയിട്ടുള്ള ചുമതല നിർവഹിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ് അളക്കുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ? ഓപ്ഷൻ ബി, ട്രേഡ് ടെസ്റ്റ് ആണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് മേക്കിംഗ് സബോർഡിനേറ്റ്സ് ടു ആക്ട് ഇൻ എ ഡിസൈഡ് മാനർ ഈസ്. അതായത് കീഴുദ്യോഗസ്ഥരെ ആവശ്യമുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രക്രിയ എന്താണ്? ആൻസർ? മോട്ടിവേഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ, മോട്ടിവേഷൻ. സെവൻത് ക്വസ്റ്റ്യൻ, ഡാഷ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് അപ്വേർഡ്സ് ഓർ ഡൗൺവേർഡ്സ്. ആശയവിനിമയം മുകളിലേക്കോ താഴേക്കോ പ്രവഹിക്കുന്നു. ഇത് എന്താണ്? ആൻസർ? വെർട്ടിക്കൽ ആണ് കേട്ടോ, വെർട്ടിക്കൽ. ഓപ്ഷൻ എ, വെർട്ടിക്കൽ. എയ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൺവീനിയൻസ് ഗുഡ്സ്. തന്നിരിക്കുന്നതിൽ സൗകര്യപ്രദമായ ചരക്കുകൾക്ക് ഉദാഹരണം എന്താണ്? ആൻസർ? ന്യൂസ് പേപ്പർ ആണ് കേട്ടോ. ഓപ്ഷൻ എ, ന്യൂസ് പേപ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി ടു റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. അതായത് ഉപഭോക്താക്കളുടെ ഏതെങ്കിലും രണ്ട് അവകാശങ്ങൾ എഴുതുക. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ചൂസ്. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. 10th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫാറ്റൂഗ് സ്റ്റഡി. അതായത് എന്താണ് ക്ഷീണപഠനം എന്നെഴുതുക. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 11th ക്വസ്റ്റ്യൻ, റൈറ്റ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. മൂലധന വിപണിയും അതുപോലെ പണവിപണിയും തമ്മിലുള്ള ഏതെങ്കിലും രണ്ട് വ്യത്യാസങ്ങൾ എഴുതുക. ഓക്കെ. 12th ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ ആസ് പെർ ഹിൻഡ് ഗിവൺ ബിലോ. ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ്, എക്സെട്ര. അതെന്താണ്? എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കസ്റ്റംസ്, ട്രഡീഷൻസ് അതെന്താണ്? അതായത് ആചാരം, പാരമ്പര്യം മുതലായവ എന്താണ്? സോഷ്യൽ എൻവയോൺമെൻറ്റ് ആണ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്, അതായത് ഉൽപാദന രീതിയിലെ പുതുമകൾ അതെന്താണ് വരുന്നത്? ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് പ്രോപ്പർലി. അതായത് സംഘടനാ പ്രക്രിയയെ ശരിയായ വിധത്തിൽ ക്രമീകരിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. അതായത് പ്രവൃത്തി തിരിച്ചറിയലും വിഭജിച്ച് നൽകലും. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ, അതായത് വകുപ്പുകളുടെ രൂപീകരണം. തേർഡ് സ്റ്റെപ്പ്, അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്, അതായത് ചുമതലകൾ നൽകുക. ഫോർത്ത് സ്റ്റെപ്പ്, എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്, അതായത് അധികാരബന്ധം സ്ഥാപിക്കൽ. 14th ക്വസ്റ്റ്യൻ, റൈറ്റ് ടു ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. അതായത് ആശയവിനിമയത്തിലെ രണ്ട് സംഘടനാ തടസ്സങ്ങൾ എഴുതുക. നമുക്കറിയാം ഓർഗനൈസേഷണൽ പോളിസി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സ്റ്റാറ്റസ് തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ പെർഫോമൻസ് അപ്രൈസൽ. പ്രകടനം വിലയിരുത്തൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സിനകത്ത് വരുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ. അതെന്താണെന്ന് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. അതായത് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. 8th ചാപ്റ്റർ കൺട്രോളിങ്ങിലെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്യാപിറ്റൽ ഈസ് മെൻഷൻഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സൂചിപ്പിച്ചിട്ടുള്ള മൂലധനം ഏതാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലോങ് ടേം സെക്യൂരിറ്റീസ്. ദീർഘകാല ധനകാര്യ പ്രമാണങ്ങളിലെ നിക്ഷേപം എന്താണ്? ആൻസർ ഏതാണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്. ഹ്രസ്വകാല ധനകാര്യ പ്രമാണങ്ങളിലെ നിക്ഷേപം എന്താണ്? ആൻസർ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. വിപണനവും വിൽപ്പനയും തമ്മിലുള്ള ഏതെങ്കിലും 3 വ്യത്യാസങ്ങൾ
എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 ടയർ റിഡ്രസൽ ഫോറംസ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്? അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ ത്രിതല പരിഹാര വേദികൾ ഏതൊക്കെയാണ്? ആൻസർ ഡിസ്ട്രിക്ട് ഫോറം, സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ലീഡർഷിപ്പ് എനി 3. അതായത് നേതൃത്വത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? ഏതെങ്കിലും 3 എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം വിവരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോർഡിനേഷൻ ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഡു യു എഗ്രി വിത്ത് ദിസ്? റൈറ്റ് 2 ഫീച്ചേഴ്സ് ഓഫ് കോർഡിനേഷൻ. ഏകോപനം എന്നത് മാനേജ്മെൻറ്റിൻ്റെ സത്താണ്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഏകോപനത്തിൻ്റെ 2 സവിശേഷതകൾ എഴുതുക. കോർഡിനേഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ എസൻസ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ എസ് എന്ന് എഴുതുക. അതുപോലെ തന്നെ കോർഡിനേഷൻ്റെ ഏതെങ്കിലും 2 ഫീച്ചേഴ്സും എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഏതാണ് യോജിക്കുന്നത്? റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ആൻഡ് സർവൈവൽ ഓഫ് ദ ഓർഗനൈസേഷൻ. സംഘടനയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനുമുള്ള ഉത്തരവാദിത്തം. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ് ആൻഡ് സ്ട്രാറ്റജീസ്. അതായത് പദ്ധതികളും തന്ത്രങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം. ലാസ്റ്റ് വൺ, ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രാക്ട് വിത്ത് ആക്ച്വൽ വർക്ക് ഫോഴ്സ്. യഥാർത്ഥ തൊഴിലാളികളുമായി ഇടപെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡീലിംഗ് with things or people. Validate the statement by highlighting its importance. അതായത് വസ്തുക്കളുമായോ ആളുകളുമായോ ഇടപെടുന്ന പ്രക്രിയയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ പ്രസ്താവനയെ മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം എഴുതിക്കൊണ്ട് സാധൂകരിക്കുക. അതായത് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് പ്ലാൻസ്: പോളിസി, പ്രൊസീജിയർ, പ്രോഗ്രാം, റൂൾസ്. തന്നിരിക്കുന്ന വിവിധതരം പ്ലാനുകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നയങ്ങൾ എന്താണ്, നടപടിക്രമങ്ങൾ എന്താണ്, പരിപാടികൾ എന്താണ്, അതുപോലെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നും എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഔപചാരിക സംഘടനയും അനൗപചാരിക സംഘടനയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏതൊക്കെയാണെന്നും എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് പരിസ്ഥിതിയുടെ പ്രാധാന്യങ്ങൾ ഏതൊക്കെയാണെന്നും എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാഫിംഗ് ഫിൽസ് ദ ജോബ് പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. ഈസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്? റൈറ്റ് എനി 3 ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ്. ഉദ്യോഗവൽക്കരണം സ്ഥാപനത്തിലെ തൊഴിൽ സ്ഥാപനങ്ങൾ നിറയ്ക്കുന്നു. ഈ പ്രസ്താവന ശരിയാണോ? എന്താണ് ആൻസർ? ശരിയാണ്. ഉദ്യോഗവൽക്കരണത്തിൻ്റെ ഏതെങ്കിലും 3 പ്രാധാന്യവും എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ് എനി 4. അതായത് ഡയറക്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ഏതെങ്കിലും 4 എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദ കോമ്പിനേഷൻ ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഡു യു എഗ്രി? റൈറ്റ് എനി 3 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഉടമസ്ഥരുടെ ഫണ്ടും കടമെടുത്ത ഫണ്ടും തമ്മിലുള്ള സമ്മിശ്രണമാണ് മൂലധന ഘടന. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ആൻസർ? അതെ. മൂലധന ഘടന തിരഞ്ഞെടുക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 3 ഘടകങ്ങളും എഴുതുക. അതായത് ക്യാഷ് ഫ്ലോ പൊസിഷന്, ടാക്സ് റേറ്റ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ ഒരു 14ഓളം പോയിൻറ്റ്സ് ഉണ്ട്. അതിലെ ഏതെങ്കിലും 3 എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിംസ് ഓഫ് വേരിയസ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. വിവിധതരം പണവിപണി പ്രമാണങ്ങളുടെ പേര് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്: എക്കണോമിക് എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്. താഴെ തന്നിരിക്കുന്നവ വിവരിക്കുക. എന്താണ് സാമ്പത്തിക പരിസ്ഥിതി എന്നും നിയമപരിസ്ഥിതി എന്നും എഴുതുക. 3ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. ആസൂത്രണത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ റൈറ്റ് ഓർഡർ. അതായത് ആശയവിനിമയത്തിലെ താഴെ തന്നിരിക്കുന്ന ഘടകങ്ങളെ ശരിയായ വിധത്തിൽ ക്രമീകരിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ശരിയായ ക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം സെൻറ്റർ വരണം, ദെൻ മെസ്സേജ്, എൻകോഡിംഗ്, മീഡിയ, ഡീകോഡിംഗ്, റിസീവർ, ലാസ്റ്റ് എന്താണ്? ഫീഡ്ബാക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സബ്സ്റ്റാൻഷിയേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. ആസൂത്രണവും നിയന്ത്രണവും തമ്മിലുള്ള ബന്ധത്തെ സാധൂകരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫർ, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻസ് ആർ സം ഓഫ് ദ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. സ്ഥലമാറ്റം, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, നേരിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്, സ്ഥലക്കയറ്റം മുതലായവ ചില റിക്രൂട്ട്മെൻറ്റ് ഉറവിടങ്ങളാണ്. അവയെ ആഭ്യന്തര ഉറവിടം, ബാഹ്യ ഉറവിടം എന്നായി തരംതിരിക്കുക. ആഭ്യന്തര ഉറവിടത്തിൻ്റെ 3 മേന്മകളും എഴുതുക.
എന്താണ് ഇൻറ്റേർണൽ സോഴ്സ് ഏതാണ്, എക്സ്റ്റേണൽ സോഴ്സ് ഏതൊക്കെയാണെന്നും ഇൻറ്റേർണൽ സോഴ്സിൻ്റെ 3 മെറിറ്റും എഴുതുക. നമുക്കറിയാം ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ട്രാൻസ്ഫറും പ്രൊമോഷനും മാത്രമാണ് ഇൻറ്റേർണൽ സോഴ്സ് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം എന്താണ്, എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ വിവിധ തലങ്ങളെ ചുരുക്കി വിവരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 2 പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ശാസ്ത്രീയ മാനേജ്മെൻറ്റിൻ്റെ ഏതെങ്കിലും 2 തത്വങ്ങൾ വിവരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി. അതായത് അധികാര കൈമാറ്റത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചുരുക്കി എഴുതുക. ഏതൊക്കെയാണ് എലമെൻറ്റ്സ്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ആണ് വരുന്നത്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ടേക്കൺ ആസ് പാർട്ട് ഓഫ് ലിബറലൈസേഷൻ. ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി എടുത്ത പ്രധാനപ്പെട്ട നടപടികൾ എഴുതുക. ഏതൊക്കെയാണ് വരുന്നത്, അബോളിഷിംഗ് ലൈസൻസിങ്, റിഡക്ഷൻ ഇൻ ടാക്സ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് സിംപ്ലിഫൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനറൽ മാനേജ്മെൻറ്റിൻ്റെ ഏതെങ്കിലും 4 തത്വങ്ങൾ വിവരിക്കുക. അതായത് എക്സ്പ്ലെയിൻ എനി 4 പ്രിൻസിപ്പിൾസ് ഓഫ് ജനറൽ മാനേജ്മെൻറ്റ്. ഹെൻറി ഫയോളിൻ്റെ ഏതെങ്കിലും 4 പ്രിൻസിപ്പിൾസ് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ വേരിയസ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് പ്ലാനിങ്. ആസൂത്രണം എന്ന പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ വിവരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വേരിയസ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. ജോലിസ്ഥലത്ത് നൽകുന്ന വിവിധതരം പരിശീലന രീതികളെ വിവരിക്കുക. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പം അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം, കോച്ചിങ്, ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്, ജോബ് റൊട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ നീഡ് ഹൈറാർക്കി ഓഫ് അബ്രഹാം മാസ്ലോ ആൻഡ് എക്സ്പ്ലെയിൻ ദം ബ്രീഫ്ലി. എബ്രഹാം മാസ്ലോയുടെ ആവശ്യ ശ്രേണി പൂർത്തിയാക്കി അവയെ ചുരുക്കി വിവരിക്കുക. നമുക്കറിയാം ഏറ്റവും താഴെ വന്ന എന്താണ്, സൈക്കോളജിക്കൽ നീഡ്സ്. അതിൻ്റെ മേളിൽ എന്താണ്, സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സ്. അതിൻ്റെ മേളിൽ ഏതാണ് വരുന്നത്, അഫിലിയേഷൻ ഓർ ബിലോങ്ങിനെസ് നീഡ്സ്. അതിൻ്റെ മേളിൽ എസ്റ്റീം നീഡ്സ്. ഏറ്റവും മുകളിൽ എന്താണ് വരുന്നത്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാർക്കറ്റിംഗ് മിക്സ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 4 P's. വാട്ട് ആർ ദ 4 P's? എക്സ്പ്ലെയിൻ എനി 2 ഓഫ് ദം. 4 P'കളുടെ സമ്മിശ്രണമാണ് വിപണന മിശ്രിതം. 4 P's ഏതൊക്കെയാണ്, അവയിൽ ഏതെങ്കിലും 2 എഴുതുക. നമുക്കറിയാം 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അതിൽ ഏതെങ്കിലും 2 എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക.